ക്ഷമബലം അഥവാ ബൊയാന്റ് ഫോഴ്സ് എന്ന ചാപ്റ്ററിന്റെ വിലയിരുത്താം. ലെറ്റ്സ് ആക്സസ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഒരു വസ്തുവിന്റെ വായുവിലെ ഭാരം 0.2 കിലോഗ്രാം വെയിറ്റും ഓക്കെ പൂർണ്ണമായും ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം 0.19 കിലോഗ്രാം വെയിറ്റും ആണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം വസ്തുവിന് ജലത്തിലുള്ള ഭാരനഷ്ടം എത്രയായിരിക്കുന്നതാണ്. രണ്ടാമത്തത് വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എത്രയാണെന്നാണ്. ഇതേ ചോദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൽ if an object weighs 0.2 kilogram weight in air and 0.19 kilogram weight when fully immersed in water എന്നാണ്. ഓക്കെ ലോസ് ഓഫ് വെയിറ്റ് ആൻഡ് ബൊയാന്റ് ഫോഴ്സ് അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഗിവൻ. നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വസ്തുവിന്റെ വായുവിലെ ഭാരം, അതായത് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഇൻ എയർ തന്നിട്ടുണ്ട്. അത് നമുക്ക് W1 ആയിട്ട് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 0.2 അല്ലെ 0.2 കിലോഗ്രാം വെയിറ്റ് തന്നിട്ടുണ്ട്. ജലത്തിൽ പൂർണ്ണമായി മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം, അതായത് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട് വെൻ ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, അത് എത്രയാണ് തന്നിട്ടുണ്ട്? അത് നമുക്ക് W2 ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.19 കിലോഗ്രാം വെയിറ്റ്. ഓക്കെ, ഇനി ഭാരനഷ്ടം ലോസ് ഓഫ് വെയിറ്റ് എന്ന് വെച്ചാൽ W1 കുറക്കണം W2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.20 മൈനസ് 0.2 ആണ് തന്നിട്ടുള്ളത്. നമുക്ക് അതിനെ 0.20 എന്ന് എഴുതാലോ. 0.20 മൈനസ് 0.19 is equal to 0.01 അല്ലെ. സാധാരണ 20യിൽ നിന്ന് 90 കുറച്ച് എത്രയാണ്? 1 അല്ലേ. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പത്തെ 0.01 ആയിട്ട് ഉത്തരം കിട്ടും. 0.20 മൈനസ് 0.19 is equal to 0.01 ഓക്കെ കിലോഗ്രാം വെയിറ്റ്. നെക്സ്റ്റ് പാർട്ട് എന്താണ്? പ്ലവക്ഷമ ബലം, അതായത് ബൊയാന്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഭാരനഷ്ടമാണ് അല്ലെ, ലോസ് ഓഫ് വെയിറ്റ് ആണ്. അപ്പോൾ 0.01 കിലോഗ്രാം വെയിറ്റ് ആണ് നമുക്ക് ഭാരനഷ്ടം കിട്ടിയത്. എ എന്ന അതിന്റെ ആൻസർ ആയിട്ട്. ഓക്കെ, അതിനെ 9.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0.098 കിട്ടും അല്ലെ. സാധാരണ നമുക്ക് 98നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 98 തന്നെ കിട്ടല് അല്ലെ. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ 0.8 ഒരു സംഖ്യയുണ്ട്, ഇവിടെ 0.8 രണ്ട് സംഖ്യയുണ്ട്. അതുകൊണ്ട് ഇതിന് നമുക്ക് എന്തായി? ഈ 0.8 3 സംഖ്യ വരുന്ന കണക്ക് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ. 0.01 ഗുണിക്കണം 9.8 ഈസ് ഈക്വൽ ടു 0.098. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. 9.8നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത്ര കിട്ടും? 9.8 കിട്ടും അല്ലെ. പക്ഷെ ഇവിടെ രണ്ട് സംഖ്യകളുണ്ട് ഈ ദശാംശത്തിന് ശേഷം. അതുകൊണ്ട് ഈ പോയിന്റിനെ ഇവിടെ രണ്ടെണ്ണം അല്ലേ, ഈ പോയിന്റിന് ഒരു സംഖ്യ ഇങ്ങോട്ട് നീക്കുക. അപ്പൊ എത്രയായി? 0.98. ഒരു സംഖ്യ കൂടെ നീക്കിയാലോ, അപ്പൊ 0.098 വരും. ഓക്കെ, അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇത് ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ കേട്ടോ. ഓക്കെ, എഴുതിയെടുത്തോളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഒരേ വ്യാസമുള്ള ഒരു ചെമ്പുഗോളവും ഇരുമ്പുഗോളവും ജലത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്നു. അതിന്റെ സാന്ദ്രതയൊക്കെ തന്നിട്ടുണ്ട് ഗോളത്തിന്റെ. രണ്ടിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ഒന്നു തന്നെയാണോ എന്നാണ് ചോദ്യം. ഉത്തരം സാധൂകരിക്കുക. ഇംഗ്ലീഷിൽ എന്താണ്? എ കോപ്പർ സ്ഫിയർ ആൻഡ് ആൻ അയൺ സ്ഫിയർ ഓഫ് ദ സെയിം ഡയമീറ്റർ ആർ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഇസ് ദ ബൊയാന്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ബോത്ത് ദ സെയിം. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓക്കെ, അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. രണ്ടാമത്തതിന്റെ ഉത്തരം ഇതാണ്. രണ്ടിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം തുല്യമാണ്. ഓക്കെ, ബോത്ത് എക്സ്പീരിയൻസ് ദ സെയിം ബൊയാന്റ് ഫോഴ്സ്. കാരണം ബിക്കോസ് എന്ന് എഴുതണം. എന്താണ്? ചെമ്പുഗോളവും ഇരുമ്പുഗോളവും വ്യത്യസ്ത സാന്ദ്രതയുള്ളവയാണെങ്കിലും ഇവയുടെ വ്യാസം തുല്യമായതിനാൽ വ്യാപ്തവും തുല്യമാണ്. ഓക്കെ, വ്യാസം തുല്യമായതിനാൽ വ്യാപ്തവും തുല്യമാണ്. Even though copper sphere and iron sphere have different density ആണെങ്കിലും their volumes are the same because they have the same diameter. സെയിം ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് അവയുടെ വോളിയൂംസ് എന്താണ്? സെയിം ആണ്. വോളിയം V is equal to 4/3 pi r cube നമുക്ക് ഇക്വേഷൻ അറിയാം. ഈ r എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് അല്ലേ. ഈ റേഡിയസ് എന്നാൽ d ഡയമീറ്ററിന്റെ പകുതിയാണ്, d/2 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ d സെയിം ആണെങ്കിൽ, വ്യാസം സെയിം ആണെങ്കിൽ r റേഡിയസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 4/3 pi r ക്യൂബിൽ റേഡിയസ് സെയിം ആണ്, അതുകൊണ്ട് എന്താണ്? വോളിയം സെയിം ആണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ബാക്കി എന്താണ്? ഇതിന്റെ ബാക്കിയായിട്ട് ഇങ്ങനെ എഴുതണം. ഒരു ദ്രവത്തിൽ പൂർണ്ണമായും മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: 1 ദ്രവത്തിന്റെ സാന്ദ്രത, 2 വസ്തുവിന്റെ വ്യാപ്തം എന്നിവയാണ്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? The factors affecting the buoyant force acting on an object which is fully immersed in a fluid are: first one, density of the fluid. ഇതൊക്കെ പഠിച്ചതാണ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് വോളിയം ഓഫ് ദ ഒബ്ജക്ട്. ഇനി ഇവിടെ വസ്തുക്കളുടെ വ്യാപ്തം തുല്യമാണ് അല്ലെ.
രണ്ടും ജലത്തിലാണ് താഴ്ത്തിയിരിക്കുന്നത്. അതിനാൽ ദ്രവത്തിന്റെ സാന്ദ്രത, ഇവിടെ ദ്രവം എന്താണ്? ജലമാണ് അല്ലെ, അത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്താണ്, ഇത് രണ്ടിലും മാറുന്നില്ല. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ രണ്ടും മാറുന്നില്ല. അപ്പൊ എന്ത് ഇംഗ്ലീഷ് എങ്ങനെ പറയാം? ഹിയർ ബോത്ത് ദ ഒബ്ജക്ട്സ് ഹാവ് സെയിം വോളിയം, ബോത്ത് ആർ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, സോ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ദ സെയിം. ഓക്കെ, വാട്ടർ ആണ്, രണ്ടും വാട്ടർ ആയതുകൊണ്ട് ഡെൻസിറ്റി സെയിം ആണ്. അതുകൊണ്ട് രണ്ടിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം തുല്യമാണ് എഴുതാം. സോ ബോത്ത് എക്സ്പീരിയൻസ് ദ സെയിം ബോയാന്റ് ഫോഴ്സ്. എന്താണ് ബോയാന്റ് ഫോഴ്സിനെ എഫക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ദ്രവത്തിന്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആണ്, അത് മാറുന്നില്ല, രണ്ടും വാട്ടർ തന്നെയാണല്ലോ. പിന്നെ വസ്തുവിന്റെ വ്യാപ്തം, വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ആണ്, അതും മാറുന്നില്ല, അത് തന്നിട്ടുണ്ടല്ലോ സെയിം ആണെന്ന്. ഓക്കെ, അപ്പൊ രണ്ടാമത്തതിന്റെ ആൻസർ ഇതാണ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തതിന്റെ ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് കാരണം എഴുതുക. ഹീലിയം വാതകം നിറച്ച കളിപ്പാട്ട ബലൂണുകൾ വായുവിൽ മുകളിലേക്ക് ഉയരുകയും കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച ബലൂണുകൾ താഴുകയും ചെയ്യുന്നു. ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താണ്? തുറമുഖത്തെത്തി ഭാരം ഇറക്കി കഴിയുമ്പോൾ ജലത്തിലേക്ക് കൂടുതൽ പൊങ്ങുന്നു. അതാണ് ബി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. റീസൺസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ, ടോയ് ബലൂൺസ് ഫിൽഡ് വിത്ത് ഹീലിയം ഗ്യാസ് റൈസ് ഇൻ ദ എയർ, ഉയരുന്നു. ആൻഡ് ബലൂൺസ് ഫിൽഡ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗോ ഡൗൺ. ഓക്കെ. രണ്ടാമത്തത്, എ ഷിപ്പ് പ്ലഞ്ചസ് ലെസ് ഇൻ വാട്ടർ വെൻ ദ വെയിറ്റ് ഈസ് അൺലോഡഡ് അറ്റ് പോർട്ട്. ഭാരം ഇറക്കി കഴിയുമ്പോൾ കുറച്ചുകൂടി ഉയരുന്നു ഷിപ്പ്. ഉത്തരം, ഹീലിയത്തിന് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. ഹീലിയം ബലൂണിന് ലഭിക്കുന്ന പ്ലവക്ഷമ ബലം അതിന്റെ ഭാരത്തേക്കാൾ കൂടുതലായതിനാൽ അത് ഉയരുന്നു. ഹീലിയം ഈസ് ലെസ് ഡെൻസ് ദാൻ എയർ. സിൻസ് ദ ബോയാന്റ് ഫോഴ്സ് ആക്ടിംഗ് ടു എ ഹീലിയം ബലൂൺ ഈസ് ഗ്രേറ്റർ ദാൻ ഇസ് വെയിറ്റ്, ഇറ്റ് റൈസസ് അപ്പ്. ഓക്കെ, അതിന് ഭാരത്തിനേക്കാൾ കൂടുതൽ പ്ലവക്ഷമ ബലം മുകളിലോട്ട് ലഭിക്കുന്നതിനാൽ അത് ഉയരുന്നു. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിന് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച ബലൂണിന് ലഭിക്കുന്ന പ്ലവക്ഷമ ബലം അതിന്റെ ഭാരത്തേക്കാൾ കുറവായതിനാൽ അത് താഴുന്നു. CO2 is denser than air. Since the buoyant force acting to a CO2 filled, carbon dioxide filled balloon is less than its weight, it goes down. Okay. ഒന്നാമത്തെ അതിന് ആൻസർ ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? കപ്പലിന്റെ ചോദ്യമാണല്ലേ. ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾ ബി ക്വസ്റ്റ്യൻ ആൻസർ: പ്ലവന തത്വപ്രകാരം ഭാരം ഇറക്കിയ കപ്പലിന് ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ താരതമ്യേന കുറച്ച് ജലത്തെ ആദേശം ചെയ്താൽ മതി, അതിനാൽ കപ്പൽ ജലത്തിൽ കൂടുതൽ പൊങ്ങുന്നു. ഓക്കെ, ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, വെയിറ്റ് അൺലോഡഡ് ഷിപ്പ് ഹാസ് ടു ഡിസ്പ്ലേസ് കമ്പാരിറ്റീവ്ലി ലെസ് വാട്ടർ ടു ഫ്ലോട്ട് ഓൺ വാട്ടർ. ഓക്കെ, therefore it rises further. ഇനി നാലാമത്തെ ചോദ്യം എന്താണ്? The use of life jackets in boat is mandatory. Explain in terms of buoyant force എന്നാണ്. ലൈഫ് ജാക്കറ്റ്സ് ബോട്ടുകളിൽ ഉപയോഗിക്കേണ്ട നിർബന്ധമാണ്. അത് ബൊയാന്റ് ഫോഴ്സിന്റെ, അതായത് പ്ലവക്ഷമ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് പറഞ്ഞത്. അതിന് ഉത്തരം എന്താണ്? ഇതാണ് അതിനുത്തരം. ലൈഫ് ജാക്കറ്റിൽ ധാരാളം വായു അറകളുണ്ട്. ഇത് ധരിക്കുമ്പോൾ വ്യക്തിയുടെ ആകെ വ്യാപ്തം വർദ്ധിക്കുന്നു, എന്നാൽ ഭാരം കാര്യമായിട്ട് വർദ്ധിക്കുന്നില്ല. ഓക്കെ, വ്യാപ്തം വർദ്ധിക്കുന്ന നല്ലോണം, പക്ഷെ ഭാരം കാര്യമായിട്ട് വർദ്ധിക്കുന്നില്ല. അതിനാൽ കൂടുതൽ പ്ലവക്ഷമ ബലം വെള്ളത്തിൽ നിന്നും ലഭിക്കുകയും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. Life jacket contains many air cavities. The person's total volume increases when life jacket is worn, but total weight does not increase significantly. Therefore, more buoyant force will be experienced from water and the person floats in water. അഞ്ചാമത്തെ ചോദ്യം എന്താണ്? പൂരിത ഉപ്പുലായനിയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാനാണ് ചോദ്യം. എന്നിട്ടുള്ള കാര്യം, പൂരിത ഉപ്പുലായനിയുടെ സാന്ദ്രത തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതാം നിങ്ങൾക്ക്. ആപേക്ഷിക സാന്ദ്രത ഈസ് ഈക്വൽ ടു, ആ ഇക്വേഷൻ പഠിച്ചതാണ്, അങ്ങനെ എഴുതാം: പദാർത്ഥത്തിന്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത. ഇംഗ്ലീഷിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ അടിയിൽ വരുന്നത് ജലത്തിന്റെ സാന്ദ്രതയാണ്. അത് എത്രയാണ്? 1000 ആണ്, 1000 kg/m³ ആണ്. മേലെ പദാർത്ഥത്തിന്റെ സാന്ദ്രത അതെന്താണ്? പൂരിത ഉപ്പുലായനിയല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. ആ പൂരിത ഉപ്പുലായനിയുടെ സാന്ദ്രത കണ്ടുപിടിക്കണമെങ്കിൽ മുകളിൽ പൂരിത ഉപ്പുലായനിയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുമ്പോൾ ഈസ് ഈക്വൽ ടു മുകളിൽ പൂരിത ഉപ്പുലായനിയുടെ സാന്ദ്രത ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത എഴുതണം. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, എന്താണ്?
തന്നിട്ടുള്ള കാര്യം എന്താണ്? ഇത് തന്നിട്ടില്ലേ? 1025 ആണ് തന്നിട്ടുണ്ട്. 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് പൂരിത ഉപ്പ് ലായനിയുടെ സാന്ദ്രത. ഡിവൈഡഡ് ജലത്തിന്റെ സാന്ദ്രത 1000 ആണ്. ഇത് ചെയ്താൽ യൂണിറ്റ് കട്ടായി പോയി. മുകളിലും താഴെ ഒരേ യൂണിറ്റ് അല്ലേ? അപ്പോൾ 1025 ഡിവൈഡ് ബൈ 1000 ചെയ്താൽ എത്രയാണ്? 1025 ഹരിക്കണം 1000. ഓക്കെ, ഇവിടെ അടിയിൽ 3 പൂജ്യം അല്ലേ ഉള്ളത്, അതുകൊണ്ട് ഇവിടെ 3 സംഖ്യകൾ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ എത്രയാണ്? 1.025 യൂണിറ്റ് വേണ്ട, ഇതാണ് അതിന് ഉത്തരം 1.025. ഇനി ആറാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഒരേ വസ്തു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് വായുവിലും വ്യത്യസ്ത രീതികളിൽ ഒരു ദ്രാവകത്തിലും താഴ്ത്തി വെച്ചിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഓക്കെ, വായുവിൽ ഇതാ ദ്രാവകത്തിൽ കുറച്ച് താഴ്ത്തി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ നാലാമത്തെ ചിത്രത്തിൽ ദ്രാവകത്തിൽ പൂർണ്ണമായിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട് അല്ലെ? ചിത്രം 2, 3 എന്നിവയിൽ ചിത്രം 2, 3 എന്നിവയിൽ പ്ലവക്ഷണ ബലത്തിൽ വ്യത്യാസം അനുഭവപ്പെടുന്ന കാരണം എന്തെന്നാണ്. ഓക്കെ, അതിന് ഉത്തരമായിട്ട് എങ്ങനെ എഴുതാം? ഇതിന്റെ ഇംഗ്ലീഷ് ഇതാണ്. The illustration shows how an object is suspended in air and dipped in a liquid in different ways. വ്യത്യസ്ത രീതികളിൽ ലിക്വിഡിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ്? ഇത് എയറിലുള്ള ചിത്രം, എയറിൽ വെച്ചിട്ട് വെയിറ്റ് ഇളക്കുന്നത്. ഇത് കുറച്ച് പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ആണ്, ഇമേഴ്സ്ഡ് ഇൻ ലിക്വിഡ് ആണ്. ഓക്കെ, ഇവിടെയും ഈ ചിത്രത്തിലും ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ ലിക്വിഡ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിഫറൻസ് ഇൻ ബൊയാന്റ് ഫോഴ്സ്? ഇവിടെയും ഈ ചിത്രം 3ലും ബൊയാന്റ് ഫോഴ്സ് വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നു അല്ലെ? ഇവിടെ 50 ന്യൂട്ടൺ വെയിറ്റ് ഇൻ എയർ, വായുവിലെ ഭാരം. ഇവിടെ ലിക്വിഡിലെ ഭാരം എത്രയാണ്? 40 ന്യൂട്ടൺ ആണ്. ഇവിടെ 30 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇവിടെ ലിക്വിഡിലെ ഭാരം നല്ലോണം കുറഞ്ഞില്ലേ? 30 ആയില്ലേ? അതായത് ഇവിടെയാണല്ലോ കൂടുതൽ ബൊയാന്റ് ഫോഴ്സ് ഇതിന് ലഭിച്ചത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തമായിട്ട് ലഭിച്ചതെന്ന ചോദ്യം. എന്താണ്? ഇവിടെ പാർഷ്യലിയാണ് സബ്മർജ് ചെയ്തിട്ടില്ല, അതായത് മുഴുവനായിട്ട് ഇതിൽ താഴ്ത്തിയിട്ടില്ല, ഭാഗികമായിട്ട് മാത്രമേ താഴ്ത്തിയിട്ടുള്ളൂ. എന്നാൽ ഇവിടെയോ പൂർണ്ണമായിട്ടും താഴ്ത്തിയിട്ടുണ്ട്. അതാണ് അതിന്റെ ഉത്തരം. എന്താണ്? ചിത്രം 2ൽ വസ്തു ഭാഗികമായി മാത്രമേ ദ്രാവകത്തിൽ താഴ്ത്തിയിട്ടുള്ളൂ, എന്നാൽ ചിത്രം 3ൽ വസ്തു പൂർണ്ണമായും ദ്രാവകത്തിൽ താഴ്ത്തിയിരിക്കുന്നു. അതിനാൽ അവിടെ കൂടുതൽ പ്ലവക്ഷണ ബലം അനുഭവപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം. ഫിഗർ the object is only partially immersed in the liquid. Okay, but in figure 3 the object is fully immersed, പൂർണ്ണമായും താഴ്ത്തിയിരിക്കുന്നു in the liquid. So more buoyant force is experienced there. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണത്? വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ദ സ്പ്രിംഗ് ബാലൻസ് ഇൻ ഫിഗർ 4? ഓക്കെ, ഇവിടെ ഈ ഫിഗർ 4ൽ എത്രയാണ് ഇതിലെ റീഡിംഗ് കൊടുത്തിട്ടില്ല. ഓക്കെ, ബ്ലാങ്ക് കൊടുത്തിട്ടില്ല. എത്രയായിരിക്കും? ഈ മൂന്നാമത്തെ ചിത്രവും നാലാമത്തെ ചിത്രവും പൂർണ്ണമായിട്ടും ഇതിൽ താഴ്ത്തി വെച്ചിട്ടുള്ള ചിത്രമാണ് അല്ലെ? കണ്ടോ, ഇത് കുറച്ചും കൂടെ താഴത്തോട് താഴ്ത്തി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ രണ്ടും പൂർണ്ണമായും താഴ്ത്തി വെച്ചിട്ടാണുള്ളത്. പൂർണ്ണമായും വസ്തു മുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ബൊയാന്റ് ഫോഴ്സ് ഒരേ കണക്കെയാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത് അല്ലെ? കാരണം ബൊയാന്റ് ഫോഴ്സ്, പ്ലവക്ഷണ ബലത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ വസ്തുവിന്റെ വ്യാപ്തം, ദ്രവത്തിന്റെ സാന്ദ്രത എന്നിവയാണ്. ഒരു വസ്തു പൂർണ്ണമായിട്ട് ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ഇവിടെ വസ്തുവിന്റെ വ്യാപ്തം രണ്ടിനും തുല്യമാണ്, ദ്രവത്തിന്റെ സാന്ദ്രതയോ അതും തുല്യമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എത്രമാത്രം താഴ്ത്തിയെന്ന് പ്രശ്നമല്ല. അപ്പൊ ഇവിടെ എത്ര വരും? ഇതേ റീഡിംഗ് തന്നെ വരും, 30 ന്യൂട്ടൺ. ഓക്കെ, അതിന്റെ ഉത്തരം നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഉത്തരം 30 ന്യൂട്ടൺ. 30 ന്യൂട്ടനാണ് സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഉത്തരം. 30 ന്യൂട്ടൺ എഴുതാം. കാരണം ചിത്രം 3ലും 4ലും വസ്തു പൂർണ്ണമായും ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്നു, അതിനാൽ തുല്യമായ പ്ലവക്ഷണ ബലം അനുഭവപ്പെടുന്നു എഴുതിയാൽ മതി. ഓക്കെ, ദ ഒബ്ജക്ട് ഈസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ ദ ലിക്വിഡ് ഇൻ ഫിഗർ 3 and 4. 3ലും 4ലും മുഴുവനായിട്ട് താഴ്ത്തിയിരിക്കുന്നു. സോ ഇൻ ബോത്ത് കേസ് ദ ഒബ്ജക്ട് എക്സ്പീരിയൻസസ് ദ സെയിം ബൊയാന്റ് ഫോഴ്സ്. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യമാണ്. An object weighing 800 Newton in air floats on water. അതായത് ഒരു വസ്തുവിന് 800 ന്യൂട്ടൺ ആണ് വായുവിലെ ഭാരം. വെയിറ്റ് ഇൻ എയർ പറഞ്ഞാൽ 800 ന്യൂട്ടൺ ആണ്. ഫ്ലോട്ട്സ് ഓൺ വാട്ടർ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. വാട്ട് ഈസ് ഇസ് വെയിറ്റ് ഇൻ വാട്ടർ? അതിന്റെ വെള്ളത്തിലെ ഭാരം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതാണ് വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വാട്ടർ? അതായത് ഈ വസ്തു ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ കുറച്ച് വെള്ളം ഉയർന്നിട്ടുണ്ടാവും അല്ലെ? അതിന്റെ വെയിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് ഉത്തരം ഇതാണ്. ഇങ്ങനെ എഴുതാം. ജലത്തിലെ ഭാരം ഈസ് ഈക്വൽ ടു 0. ഓക്കെ, എന്തുകൊണ്ടാണ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്? വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിനാൽ എഴുതിയാൽ മതി. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതാം. വെയിറ്റ് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു 0 സിൻസ് ദ ഒബ്ജക്ട് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. ഇനി ഇങ്ങനെ എഴുതണം നിങ്ങൾ. പ്ലവന തത്വപ്രകാരം
ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമാണ്. അതിനാൽ ഇവിടെ ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? വസ്തുവിന്റെ ഭാരം തന്നെയാണ്, 800 ന്യൂട്ടൺ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ പ്ലവന തത്വം എന്ന ഒരു ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചോദിച്ചത് കേട്ടോ. അപ്പൊ ഇതിന് ഉത്തരം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ് കൃത്യമായിട്ട് കാണുക. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതാം: അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ, ഓക്കെ, when an object floats on a fluid, the object's weight and the weight of the fluid displaced are equal. Okay, according to the principle of flotation, അതായത് പ്ലവന തത്വപ്രകാരം when an object floats on a liquid, on a fluid, ഒരു ദ്രവത്തിൽ ഒരു വസ്തു പൊങ്ങിക്കിടക്കുമ്പോൾ the object's weight, ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റും the weight of the fluid displaced, ആ വസ്തു ആദേശം ചെയ്യുന്ന ആ ഫ്ലൂയിഡിന്റെ വെയിറ്റും, അതായത് ഒരു വസ്തു ഇവിടെ ഒരു ബീക്കറിൽ വെള്ളമുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു കളിത്തോണി ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, ഒരു കളിത്തോണി പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വസ്തു ഇവിടെ വെച്ചപ്പോൾ പൊങ്ങിക്കിടക്കുന്നു. കുറച്ച് വെള്ളം ഉയരുമല്ലോ, ഇവിടെ ഈ വസ്തു വെച്ചാൽ കുറച്ച് വെള്ളം ഉയരുമല്ലോ. പ്ലവനതത്വ പ്രകാരം ഈ വസ്തു പൊങ്ങിക്കിടക്കുമ്പോൾ ഇതിന്റെ ഭാരം, ഇതിന്റെ വായുവിലെ ഭാരവും ഈ എത്രമാത്രം വെള്ളം ഉയർന്നു എന്നതിന്റെ ഭാരവും തുല്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, എന്താണ്? പ്ലവനതത്വ പ്രകാരം ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമാണ്. അതിനാൽ ഇവിടെ ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ ഭാരം തന്നെയാണ്. അത് തന്നിട്ടുണ്ട് 800 ന്യൂട്ടൺ. ഓക്കെ, സോ ഇത്രയുമാണ് വിലയിരുത്താൻ ക്വസ്റ്റ്യൻസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.